കൊച്ചിയിൽ വിദേശ സഞ്ചാരി ഓടയിൽ വീണ് പരിക്കേറ്റ സംഭവത്തിൽ കടുത്ത ഭാഷയിൽ വിമർശനവുമായി ഹൈക്കോടതി. കൊച്ചിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും പുറംലോകം എന്തു ചിന്തിക്കുമെന്ന വിമർശനം ഉന്നയിച്ച ജസ്റ്റിസ് ഡേവിഡ് രാമചന്ദ്രൻ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകി. നടക്കാൻ പോലും പേടിക്കേണ്ട സ്ഥലമെന്നല്ലേ ആളുകൾ ഈ നാടിനെക്കുറിച്ച് വിചാരിക്കൂ എന്ന പരാമർശവും കോടതി നടത്തിയിരുന്നു. തുറന്നു കിടന്ന കാനയിൽ ഒരു വിദേശി വീണു. എന്തൊരു നാണക്കേടാണിത്! നടക്കാൻ പോലും പേടിക്കേണ്ട സ്ഥലമെന്നല്ലേ ആളുകൾ ഈ നാടിനെക്കുറിച്ച് വിചാരിക്കൂ. എങ്ങനെയാണ് ഈ നാട്ടിൽ ടൂറിസം വളർത്തുക? ഈ വിഷയം ഈ നഗരത്തെ മാത്രമല്ല, ടൂറിസം മാപ്പിൽ കേരളത്തെ തന്നെ ബാധിക്കുന്ന കാര്യമില്ലേ? ഒന്നും നേരെയാക്കാൻ സമ്മതിക്കില്ല എന്നതാണ് സ്ഥിതി, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലായിരുന്നു ഹൈക്കോടതിയുടെ ശ്രദ്ധേയ പരാമർശങ്ങൾ. അരൂർ തുറവൂർ ദേശീയപാതയുടെ നിർമ്മാണം സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറിക്ക് കോടതി നിർദ്ദേശം നൽകി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കസ്റ്റംസ് ബോട്ട് ജെട്ടിയിൽ നടപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഫ്രഞ്ച് പൗരന് കഴിഞ്ഞയാഴ്ച പരിക്കേറ്റത്. കാനയിൽ വീണ യുവാവിനെ നാട്ടുകാർ ചേർന്ന് പുറത്തെടുത്താണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഫ്രാൻസിൽ നിന്നും ചികിത്സക്കായി കേരളത്തിലെത്തിയതായിരുന്നു ഇദ്ദേഹം. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ പിന്നീട് വിദഗ്ധ ചികിത്സക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടയെല്ലിന് പരിക്കേറ്റതിനെ തുടർന്ന് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബോട്ട് ജെട്ടിയിലെ നടപ്പാത നിർമ്മാണം കഴിഞ്ഞ 7 മാസത്തോളമായി നിലച്ചിരിക്കുകയാണ്. നിരവധി തവണ അധികൃതർക്ക് മുന്നിൽ പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്. ഇവിടെ അപകടം സംഭവിക്കുന്നത് ആദ്യമായല്ല. നേരത്തെയും നിരവധി ആളുകൾക്ക് ഇവിടെ വീണ് പരിക്കേറ്റിട്ടുണ്ട്, അപകടവും സംഭവിച്ചിട്ടുണ്ട്. ഏതാനും ദിവസം മുൻപ് ഒരു കുട്ടിക്ക് സ്ലാബിനിടയിൽ വീണ് പരിക്കേറ്റിരുന്നു. കുത്തനെ നിൽക്കുന്ന കമ്പികളൊക്കെ വലിയ ഭീഷണിയുമാണ്. ഇവിടെ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുക എന്നുള്ളതാണ് കസ്റ്റംസ് ചിട്ടിയിലെ ഓട്ടോ തൊഴിലാളികളുടെ സ്ഥിരം ജോലി. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ് ഇതെന്നും ഫ്രഞ്ച് പൗരനെ ആശുപത്രിയിലെത്തിച്ച ഓട്ടോ ഡ്രൈവർ ഫസൽ പറഞ്ഞു. ഇത്തരം നിരവധി സംഭവങ്ങൾ ഇവിടെ നടക്കാറുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപകടം നടന്ന സമയത്ത് നാട്ടുകാർ ചേർന്നാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഇയാളെ പ്രവേശിപ്പിച്ചത്. പരിക്ക് ഗുരുതരമായതിനാൽ ഇദ്ദേഹത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. 7 മാസത്തോളമായി നിർമ്മാണം നിലച്ചിരുന്ന സ്ഥലത്താണ് അപകടമുണ്ടായതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.